മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരു സ്വാപ്പ് ഡീലിന് സാധ്യത തെളിഞ്ഞു വരുന്നുണ്ടെന്ന് മാർക്കസ് മർഗുള പറഞ്ഞതിന് പിന്നാലെ കുറെ ആളുകൾക്കിടയിലുള്ള സംശയം അത് ദീപക് ടാങ്കരി ആയിരിക്കുമെന്നാണ്. ദീപക് ടാങ്കരി അല്ല എന്ന് വ്യക്തമായ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പിന്നെ അടുത്ത സ്ഥാനം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കൊണ്ടുപോയ സഹൽ അബ്ദുൾ സമദിനെ നമുക്ക് തിരിച്ചു തരുമെന്നാണ്. ഇതൊക്കെ ഒരു മലർപ്പടിക്കാരന്റെ സ്വപ്നം ഒന്നും അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലെ ഒരു ക്ലബ്ബ് സഹൽ അബ്ദുൾ സമദിനെ പോലെ ഒരു താരത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു തരാനല്ല. അത് നമ്മൾ മനസ്സിലാക്കണം, ആ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ വേറെ സംഗതി എന്താണെന്ന് വെച്ചാൽ സഹലിനെ പോലെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറിനെ അവർക്ക് വേണ്ടെങ്കിൽ പോലും കൈവച്ചുകൊണ്ടിരിക്കും. കാരണം വേറെ ഒരു ക്ലബിന്റെ ഭാഗമായിട്ട് തങ്ങൾക്കെതിരെ കളിക്കാൻ അത്തരത്തിലൊരു താരത്തിനെ അവർ അനുവദിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഹ്യൂഗോ തോമസിനെ അവിടെ അവർ വിടാതെ വെച്ചുകൊണ്ടിരുന്നതിന്റെ കാരണം ഇത് തന്നെയല്ലേ. ഇനിയിപ്പം അൻവർ അലിയുടെ കാര്യത്തിൽ അൻവർ അലി വേറെ ക്ലബ്ബിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അന്ത്യശാസനം കൊടുത്ത് പിടിച്ച് നിർത്താൻ നോക്കുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ക്ലബിന്റെ സ്വഭാവം വെച്ചിട്ട് തങ്ങളുടെ ടീമിൽ കളിച്ചില്ലെങ്കിൽ പോലും മികച്ച ഒരുത്തൻ തങ്ങളുടെ എതിരാളികളായിട്ട് ഞങ്ങളോട് വേട്ടയ്ക്ക് വരരുത് എന്നുള്ളൊരു പ്രിക്കോഷൻ എടുക്കുന്ന ഒരു ക്ലബ്ബാണ്. ഒരു പരിധി വരെ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. റിയൽ മാഡ്രിഡൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയെ പോലെ ഒരു മാർക്കറ്റിൽ അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇവിടെ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിനെ മാക്സിമം കളിക്കാൻ വിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് കുറച്ചുകൂടി പ്രൊഫഷണലിസമാണ്, വിജയിക്കണം എന്നുള്ള ത്വര ഉള്ളത് കൊണ്ട് ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു പരിധി വരെ നല്ലതാണ്. അത് അവർക്കുള്ളത് കൊണ്ട് സഹലിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട.